മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള DA സന്ദേശത്തിൽ എന്താണ് നിയമവിരുദ്ധതയെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. ഭരണനിർവഹണം എളുപ്പമാക്കുന്നതിനാണ് സാങ്കേതിക വിദ്യ. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്നല്ല, IT മിഷന്റെ അക്കൗണ്ടിൽ നിന്നാണ് DA സന്ദേശം അയച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിലെന്താണ് നിയമവിരുദ്ധതയെന്നും ഇത് നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമല്ലേ എന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിച്ചു. ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാം, പറയൂ, കോടതിയുടെ ചോദ്യങ്ങൾ എന്താണ്? ഹൈക്കോടതി ഹർജിക്കാരനോട് ഈ DA സന്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലെ ഹർജിക്കാരനോടാണ് ഹൈക്കോടതി നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. DA സന്ദേശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DA സന്ദേശം അയച്ചതിൽ എന്താണ് നിയമവിരുദ്ധത എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ക്ഷേമരാഷ്ട്രത്തിൽ ഭരണനിർവഹണം എളുപ്പമാക്കുന്നതിനാണ് ഈ സാങ്കേതിക വിദ്യ, ഈ ഗവേണൻസ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്നല്ല DA സന്ദേശം അയച്ചത്, IT മിഷന്റെ അക്കൗണ്ടിൽ നിന്നാണ് DA സന്ദേശം ജീവനക്കാർക്കായി അയച്ചത്. ഇതിൽ എന്താണ് നിയമവിരുദ്ധത എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വാദം കേൾക്കുന്നതിനിടെ ഹർജിക്കാരനോട് ചോദിച്ചത്. ഇത് നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമല്ലേ എന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നാണ് സർക്കാർ സന്ദേശത്തിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശത്തിൽ പറഞ്ഞത്. ഇങ്ങനെ സർക്കാർ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുന്നു. ഇത് ക്ഷേമരാഷ്ട്രത്തിൽ സർക്കാർ അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഉറപ്പാണ് എന്ന് കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയാണ്. സന്ദേശം അയച്ചത് IT മിഷനാണല്ലോ എന്നാണ് ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിക്കുന്നത്. സ്പാർക്കിന്റെ നോഡൽ ഏജൻസിയാണ് IT മിഷൻ എന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിക്കുകയാണ്. ഒപ്പം സന്ദേശം അയക്കുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സന്ദേശം അയക്കുന്നതിനുള്ള സമ്പൂർണ്ണ നിയന്ത്രണം IT മിഷനാണ് എന്ന കാര്യം സർക്കാർ വിശദീകരിച്ചു. IT മിഷനിലെ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി ഇതിന്റെ നടപടിക്രമങ്ങൾ, സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും വിശദീകരിച്ചു. IT മിഷന് നിരവധിയായ സെന്റർ ID ഉണ്ട്. അതിലൊന്നാണ് CMO കേരള എന്ന കാര്യവും കൂടി ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുകയും ചെയ്തു. മാത്രമല്ല മെറ്റ വെരിഫൈ ചെയ്ത ID-യാണ് സന്ദേശങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്നും IT മിഷനാണ് ഇതിന്റെ സമ്പൂർണ്ണമായ നിയന്ത്രണമെന്നും IT മിഷനിലെ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകുകയും ചെയ്തു. ഈ ഹർജി ഇപ്പോഴും ഹൈക്കോടതി വാദം കേൾക്കുകയാണ്. വാദം കേട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിയേക്കും. ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നന്ദി സന്ദേശം അയക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിലും ഹൈക്കോടതി അല്പസമയത്തിനുള്ളിൽ തീരുമാനമെടുത്തേക്കും. ഓക്കെ, കോടതി എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്.